ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കി തരാനാണെന്ന് കേട്ടിട്ടുണ്ട്. സാത്താന്മാരാ, രണ്ടായിട്ടേ നടക്കൂ. രണ്ടുപേർ തമ്മിലുള്ള വിദ്വേഷത്തെക്കാൾ നല്ലതല്ലേ അമ്മേ രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം? കപ്പളോൻ അച്ഛന് പൂക്കള് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് മോള് പൂ പറിച്ചു തരുമോ? വേഗം മോളെ, കപ്പളോനച്ഛനെ സ്വീകരിക്കാനുള്ളതാ. വേഗം മോളെ, വേഗമാട്ടെ. മോളെ, അയ്യോ അമ്മേ, മോളെ, അമ്മേ, അയ്യോ എന്താ പറ്റിയേ? മാറി നിൽക്ക്. പതുക്കെ പതുക്കെ മതി. സൂക്ഷിച്ച് ഇവിടെ ഇരിക്കെ. നിനക്കൊക്കെ പുണ്യാളത്തെ ചമഞ്ഞാ മതി. മറുപടി പറയേണ്ടതേ ഞാനാ. വികാരി അച്ഛനും പ്രവിശ്യാളമ്മയും ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? അങ്ങോട്ട് കൊണ്ടുപോ. ജീവിതത്തിന്റെ വ്യർത്ഥത, അർത്ഥശൂന്യത, ഇത്ര ഉരുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാ മതി. സിസ്റ്റർ, മനസ്സും ശരീരവും അവിടത്തേക്ക് മാത്രം സമർപ്പിച്ച് മണവാട്ടികളായവരാണ് നമ്മൾ. സിസ്റ്റർ എങ്ങനെ ഒരു ശിരോവസ്ത്രം? കൈകൊണ്ട്. മോളെ മോളേന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും റോസലിൻ സിസ്റ്ററിനെ. സിസ്റ്റർ ചെല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. മദറിനും വാശിയാവും, പട്ടിണിക്കിടും. ഈശോയെ, പാപം ചെയ്തു പോയല്ലോ ഞാൻ. സിസ്റ്ററെ, ഇതെങ്ങനെയുണ്ട്? ചുരത്താനുള്ള ഒരു ഉപകരണം മാത്രമാണത്. കർത്താവിന്റെ മണവാട്ടിക്ക് അതിന്റെ ആവശ്യമില്ല. മുറിച്ച് കളയട്ടെ? ഈശോ പലരിലൂടെയും സംസാരിക്കും, പല അടയാളങ്ങൾ തരും. നാം അത് തിരിച്ചറിയണം. എന്റെ പൊന്ന് സിസ്റ്ററെ, കന്യാസ്ത്രീ ആയാലും മറ്റാരായാലും പ്രസവിക്കാത്തവളെ എന്തോ ബാക്കി വെച്ചവൾ എന്ന മട്ടിലാ സമൂഹം കാണുന്നത്. പഴകിയ നിയമവും ആചാരവും ഒക്കെ മാറണം. എത്ര ജന്മങ്ങൾ ഇതിനകത്ത് നരകിച്ച് അവസാനിച്ചു. അടച്ചിട്ട മുറിയിലിരിക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, വികൃതമായി പോയി. പൊള്ളിച്ചതാ, മറ്റാരുമല്ല, സ്വയം. എന്തിന്? കുഞ്ഞെ, നീ പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കളർ ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് എന്നും ആവേശമായിരുന്നു.
ആരാ ഈ വാതിൽ തുറന്നത്? ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാ ഇതിനുള്ളില്? ദയാപൂർവം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. എലിസബത്തെ, ഈ അഹംഭാവം കാണാൻ വികാരിയച്ഛൻ ഉണ്ടാവണമായിരുന്നു. നീ ആരാണെന്ന് നിന്റെ വിചാരം? ഞങ്ങളുടെയൊക്കെ പാപത്തിന്റെ മധ്യസ്ഥത ഏറ്റെടുക്കാൻ നീ ആരാ? നിന്റെ ആജ്ഞാനുവർത്തിയാണോ ഈശോ? റോസ്ലിൻ സിസ്റ്ററെ ശുശ്രൂഷിക്കാൻ മദർ എന്നെ അനുവദിക്കണം. വാ. എൽസിറ്റെ, ഡോക്ടർ അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ അച്ഛൻ കാണട്ടെ നിന്റെ ഈശോയെ. ഗുഡ് ഗുഡ് ഗുഡ്. അല്ല, നീ 3-ാം സ്ഥാനം പ്രയോഗിച്ചു എന്നറിഞ്ഞോ? ചാട്ടവാറടി. കണ്ണു നോക്കട്ടെ. വായ തുറക്ക്. നാവ് നീട്ടിക്ക്. ആ. എനിക്ക് അസുഖമൊന്നുമില്ല അച്ഛോ. നിന്നെ പോലെ കളങ്കമില്ലാത്തവൾ ഈ പ്രൊവിൻഷ്യലില്ല. സാത്താന്റെ കണ്ണുകൾ ആദ്യം കണ്ടെത്തുക ഹൃദയശുദ്ധിയുള്ളവരെയാ. സാത്താനെ കരുതിയിരിക്കണം. സിസ്റ്റർ കുമ്പസാരിക്കാറില്ലേ? പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ചെയ്തോളാം. എൽസിറ്റ സിസ്റ്റർ ഇത്തവണ കൗൺസിലിലേക്ക് മത്സരിക്കട്ടെ.